ശരിക്കും മുത്തശ്ശിയാണോ ഇത്? ഇനിയും വിശ്വാസമായില്ലേ നിനക്ക്? നിനക്ക് വേണ്ടി ഞാൻ പുനർജന്മം എടുത്തിരിക്കുന്നു. ഞാൻ തന്നെയാടാ നിന്റെ മുത്തശ്ശി. മുത്തശ്ശി, ഐ എം സോറി മുത്തശ്ശി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. സോറി. ഗുഡ് നൈറ്റ്. നീ എന്താ ചെയ്യാൻ പോന്നെ? കണ്ടില്ലേ കിടക്കാൻ പോകുന്നു. നിനക്കെന്താ തോന്നുന്നത്? ഞാൻ ചോദിച്ചത് എന്തിനാ താഴെ കിടക്കുന്നേ എന്നാണ്. ഇത് നല്ല കാര്യമാണല്ലോ. ഞാൻ എപ്പോഴും ഇവിടെ തന്നെയല്ലേ കിടക്കാറുള്ളത്. ഓഹോ, തന്ന വാക്ക് ഇത്ര വേഗം മറന്നുപോയോ? എന്ത് വാക്ക്? എന്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരാന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ നിന്റെ വാക്ക്? അല്ല, തന്ന വാക്കിനും ഞാനിവിടെ കിടക്കുന്നതിനും തമ്മിൽ എന്ത് ബന്ധമുള്ളേ? മനസ്സിലാവുന്നില്ല. വാക്ക് കൊടുത്തു കഴിഞ്ഞാ അത് പാലിക്കണമെന്നല്ലേ? അതെ. പാലിക്കണമെങ്കിൽ നീ എപ്പോഴും എന്റെ ഭർത്താവായിരിക്കണ്ടേ? ശരി തന്നെയാ. ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ കൂടെയല്ലേ കിടക്കേണ്ടത്? അതെ. അല്ലല്ല, അതൊന്നും പറ്റില്ല. അല്ല, നീ എന്തൊക്കെയാ പറയുന്നത്? തന്ന വാക്ക് പാലിക്കും, പക്ഷെ ഭർത്താവാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതെങ്ങനെയാ നടക്കുന്നേ? നീ പുതിയ റൂൾസ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. സമ്മതിക്കുന്നോ ഇല്ലയോ? വാക്ക് പാലിക്കേണ്ടത് നിന്റെ കടമയാണ് തൃശൂൽ. പാലിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തോ നിന്റെ ഇഷ്ടം പോലെ. ഈശ്വര, എന്തൊരു കഷ്ടമാണിത്. വല്ലാത്തൊരവസ്ഥയിലാണല്ലോ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവളോട് സ്നേഹവും ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും ഭർത്താവായിട്ട് അടുത്ത് കിടക്കണോ അത്രേ? ഒരുമാതിരി മുൾമുനയിൽ നിർത്തിയ അവസ്ഥയായി പോയല്ലോ. വരുവാ. ശിവാനി, നീ എന്താ ചെയ്യുന്നേ? അയ്യോ ക്ഷമിക്ക് തൃശൂൽ, വല്ലാതെ തണുക്കുന്നു. അതുകൊണ്ടാ കുറച്ച് പുതപ്പ് ഞാൻ വലിച്ചത്. കുറച്ചാക്കുന്നതിനാ മുഴുവൻ അങ്ങ് എടുത്തോ. എല്ലാം നീ തന്നെ എടുത്തോ. അപ്പൊ നിനക്കോ? കണ്ടില്ലേ? എത്ര ദൂരത്തേക്ക് പോകാൻ ശ്രമിച്ചാലും എന്റെ സ്നേഹം ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ മനസ്സിൽ നിന്നും മായാങ്കനെ ഇല്ലാതാക്കിയ ആ സ്നേഹം ഞാൻ വീണ്ടും തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. I'm sorry മുത്തശ്ശി. I'm really sorry. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. മുത്തശ്ശി, എനിക്കിപ്പോ ഇവിടെ ആരുമില്ല. എന്നെ സഹായിക്കാനായിട്ട് വന്ന മായാങ്കനെ പോലും മരിച്ചുപോയി മുത്തശ്ശി. കരയണ്ട കൊച്ചുമകനെ. നിനക്കാരുമില്ലെന്നറിയാവുന്നത് കൊണ്ടാ ഞാൻ വീണ്ടും പുനർജന്മം എടുത്തത്. നിനക്ക് ഞാനുണ്ടടാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുത്തശ്ശി മടങ്ങി വന്നെങ്കിൽ വലിയ ആളുടെ രൂപത്തിൽ വരായിരുന്നില്ലേ? ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യണമോ അതൊക്കെ ചെയ്യാനായി നീയുണ്ടല്ലോ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല. ഞാൻ തോറ്റുപോയി മുത്തശ്ശി. തോറ്റവരിലാണ് ജയിക്കാനുള്ള വാശി കൂടുതലുള്ളത്. മുറിവേറ്റ് കിടക്കുന്ന നിന്നെ വീണ്ടും വീണ്ടും നുള്ളി നോവിക്കുകയാണ്. നീ എന്താണെന്ന് തെളിയിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു ത്രിവിക്രമ. മുത്തശ്ശി പറയുന്ന പോലെ അത്ര എളുപ്പമല്ല മുത്തശ്ശി. ഞാൻ തന്ന ശക്തികൾ ഉപയോഗിക്കൂ, എല്ലാം എളുപ്പമാകും. എനിക്ക് ശക്തികൾ തന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് എന്ത് ശക്തിയാണ്, എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ വിഷപ്പല്ല് പറിച്ചെടുത്തൊരു പാമ്പിന്റെ പോലെ. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിൽ വെച്ച് ഉത്കൃഷ്ടമായ ശക്തിയാണ് നിന്നിലുള്ളത്. അത് നീ ശരിയായി ഉപയോഗിച്ചാൽ
നിന്നെ തടയാൻ മറ്റാർക്കും കഴിയില്ല. മുത്തശ്ശി, ആ ശക്തികൾ എങ്ങനെയാ ഞാൻ ഉപയോഗിക്കേണ്ടത് പറയേ. എനിക്കൊന്ന് പറഞ്ഞു തരൂ. പറയും മുത്തശ്ശി. ഞാൻ വന്നിരിക്കുന്നത് തന്നെ അതിനാണ്. ആശങ്കപ്പെടേണ്ട. മുത്തശ്ശി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറ. അടുത്തേക്ക് വാ. ശരി മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം. മുത്തശ്ശി പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണെന്നാ തോന്നുന്നേ. എന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തികൾ ഉപയോഗിക്കേണ്ട സമയം വന്നിരിക്കുക. മുത്തശ്ശി പറഞ്ഞതുപോലെ ചെയ്താ ആ പഞ്ചഭൂതങ്ങളുടെയും ശക്തി എന്നിലേക്ക് വന്ന് ചേരുമെന്ന് ഉറപ്പാ. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയെടുക്കും. എന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. ഈ ആകാശം, ഈ ഭൂമി, അഗ്നി, വായു എല്ലാം എനിക്കെന്റെ ഈ കൈവെള്ളയിൽ ഒതുക്കണം. ഓം ഹ്രീം ക്ലീം ജലപതിയേ നമഃ. ഗുഡ് മോർണിംഗ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തൃശൂൽ, നീ എന്ത് പറ്റി ശിവാനി? വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? സത്യമാണോ അല്ലയോ എന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും ഞാൻ തന്നെ. നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ ആഗ്രഹം നിറവേറ്റണം, അതിനു വേണ്ടി ഞാൻ നിന്റെ ഭർത്താവായിട്ട് ഇരിക്കണമെന്നൊക്കെ. ഞാൻ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു, ഹൗ ടു ബിക്കം എ ഗുഡ് ഹസ്ബൻഡ് എന്ന്. അതില് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, ബെഡ് കോഫി രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അതുകൊണ്ട് കൊണ്ടുവന്നതാ. എന്തിനാ ചിരിക്കുന്നേ? ഇതായിരുന്നു എന്റെ തൃശൂൽ. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നല്ലേ നീ? ശിവാനി, ഇത് സ്നേഹമല്ല, സ്നേഹം ഉണ്ടാവേ ഇല്ല. ഞാൻ വാക്ക് തന്നില്ലേ, എന്റെ കർമ്മം. അതുകൊണ്ടാ ഈ കാണുന്ന പെടാപാടൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെടാപ്പാടെല്ലാം സ്നേഹത്തിന്റെ പുതിയ തളിരുകൾ ഉണ്ടാകാൻ സഹായിക്കും. അതിനുള്ള ശ്രമം എന്റേതാകണം, പ്രതിഫലം മഹാദേവന്റതും. ശരി, ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. വേഗം ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ. അതിനു മുൻപ് തൽക്കാലം ഈ ബെഡ് കോഫി കുടിക്കേ. അയ്യോ അയ്യോ തൃശൂൽ, എന്നോട് ക്ഷമിക്ക് തൃശൂൽ. സത്യമായിട്ട് അറിയാതെ പറ്റിപ്പോയതാ. എന്താ ശിവാനി ഇത്? ഒരു കോഫി കപ്പ് പോലും മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ലേ? തൃശൂൽ, എന്നോട് ദേഷ്യപ്പെട്ടെന്നെ വഴക്ക് പറയാണോ? പിന്നെ നീ ചെയ്ത പണിക്ക് ചീത്ത പറയാതെ പിന്നെ ഓമനിക്കാൻ പറ്റോ? എന്റെ ടീഷർട്ടൊക്കെ നാശമായത് കണ്ടില്ലേ? ഓഹോ, അങ്ങനെയാണോ? എന്നോട് നീ ദേഷ്യപ്പെടുവോ? ശരിയാക്കി തരാൻ. എന്നോട് ക്ഷമിക്ക് തൃശൂൽ, സത്യമായിട്ടും എനിക്ക് അബദ്ധം പറ്റിയതാ. ഒരു കാര്യം ചെയ്യുന്നേ, നീ വേഗം പോയി കുളിച്ചിട്ട് വാ. നിന്റെ ടീഷർട്ട് ഞാൻ കഴുകിയിട്ടോളാം. ശരി, ആയിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ തരാം. ഇത് പിടിക്കും. ഭാര്യയോട് നീ ദേഷ്യപ്പെടുവല്ലേ? ഭാര്യയോട് ദേഷ്യപ്പെട്ട എന്താ? ശിവാനി, ശിവാനി, പറഞ്ഞു തൃശൂൽ. വേണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ട. നോക്കിയേ, അല്ല, ഇവിടേക്ക് നോക്കണ്ട, കേട്ടാ മതി. ഞാൻ പുറത്തേക്ക് വരാൻ പോവാ. അതുകൊണ്ട് നീ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു തന്നെ. അങ്ങോട്ടേക്ക് തിരിഞ്ഞോ? ആ, തിരിഞ്ഞു നിക്കാ ഞാൻ. എനിക്കിനി അവിടേക്ക് വരാലോ അല്ലേ? വന്നോ തൃശൂൽ? ഓക്കെ, വരുവാണേ. തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ തിരിഞ്ഞു നിൽക്കണേ, നോക്കല്ലേ, ഇങ്ങോട്ടേക്ക് നോക്കരുത് ശിവാനി.
ശിവാനി, എന്റെ എന്റെ ഇവിടെ നിന്ന തുണികളൊക്കെ അവിടെ. ഓ അതോ. വേണ്ട, അങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കരുത്. അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞാ മതി. തൃശൂൽ, അത് നിന്റെ ഷർട്ടെല്ലാം കൂടെ ഞാൻ അലക്കാൻ കൊണ്ടിട്ടിരിക്കുക. എന്താന്ന്? ഉണ്ടായിരുന്ന എല്ലാ ഷർട്ട് എടുത്ത് അലക്കാൻ ഇട്ടുന്നോ? ആരോട് ചോദിച്ചിട്ട് നീ അതെല്ലാം കൂടി അലക്കാൻ ഇട്ടത്? ആരോട് ചോദിച്ചിട്ടാണെന്ന്? എനിക്ക് അറിയില്ലായിരുന്നു തൃശൂർ. എല്ലാം അലക്കാനിട്ടു. തെറ്റാണോ? ഇനി ഞാൻ എന്താ എടുത്തിടാ? രാവിലെ എടുത്തലാണെങ്കിൽ നീ കോഫി ഒരു ഒഴിച്ചില്ലേ? ഇവിടെ കണ്ടില്ലേ, ഒരു തുണിയില്ല, എല്ലാം കൊണ്ട് അലക്കാനിട്ടിരിക്കുക. ഞാൻ തുണിയില്ലാണ്ട് നിക്കണോ? നോൺസെൻസ്. ഇപ്പൊ എന്താ ഞാൻ ഈ കോലത്തിൽ നിക്കണമെന്നാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. ഒരൊറ്റ തുണി പോലും ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? തൃശൂൽ, എന്റെ ഒരു ഡ്രസ്സുണ്ട്, അതെടുത്തിട്ടോ. എന്താ നീ പറഞ്ഞ? നോ ചാൻസ്. തൃശൂൽ, ഡ്രസ്സ് വേണോന്നാണെങ്കി ആകെ ഉള്ളത് ഇതാണ്. വേണമെങ്കിൽ ഇതിട്ടോ, അല്ലെങ്കിൽ വിട്ടേക്ക്. ഇതാ പിടിച്ചോ. അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്ക്. നോൺസെൻസ്. എന്നെ കുറിച്ച് ഇവിടെ എന്താ കരുതിയിരിക്കുന്നത്? ശിവാനി, എന്തായി കാണുന്നേ? ഇതെന്താണെന്ന്? ഇതെനിക്ക് വേണ്ട ശിവാനി. ഞാൻ ഇപ്പൊ തന്നെ പുറത്തു പോകും. ഒരു കാരണവശാലും നീ പറയുന്ന ഒന്നും കേൾക്കില്ല. ഞാൻ എന്റെ അച്ഛന്റെ തുണിയിട്ടോളാം. എനിക്ക് വേണ്ടതൊന്നും. ശിവാനി, നീ എന്തായി കാണിക്കുന്നേ? വേണ്ട വേണ്ട. എന്താ കാണിക്കുന്നേ ശിവാനി? എന്റെ ശിവാനി, ഇതൊന്നും വേണ്ട. എനിക്ക് നല്ല പേടി ഒന്നുണ്ടേ. ശിവാനി, നീ എന്തീ കാണിക്കുന്നേ? കൈയെടുത്ത്. നീ ഇപ്പോ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല തൃശൂൽ. അതെന്താ? എന്റെ ഭർത്താവ് എങ്ങനെയൊന്നും പുറത്തേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഉടുക്കാൻ തുണി അവിടെ. ഞാൻ തന്ന ഡ്രസ്സ് നീ ഇടണം, അത്രമാത്രം. നടക്കില്ല തൃശൂൽ. ശിവാനി, 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 പ്ലീസ് പ്ലീസ്. ടവലിങ്ങനെ വലിക്കില്ല. ടവല് വലിക്കില്ല ശിവാനി. മാനമര്യാദയാണ് സമ്പത്തും സ്വത്തും എന്ന് കരുതി ജീവിക്കുന്നവരിലെ നമ്പർ 1 റാങ്കാണ് എനിക്ക്. അതുകൊണ്ട് ടവൽ മാത്രം വലിച്ചെടുക്കില്ല. ശിവാനി, നീ എന്തേ ചെയ്യുന്നേ? വേണ്ട വേണ്ട. കൈ എടുക്ക ശിവാനി. വേണ്ട വേണ്ട ശിവാനി. ഇപ്പൊ എന്താ, ഇടുന്നോ ഇല്ലയോ? ഒരു തുണിയിലാകുള്ളൂ. നിനക്കിടാനുള്ളതല്ലേ? ഞാൻ വേറെ എടുത്തിട്ടോളാം തൃശൂൽ. നീ അതെടുത്തിട്. പറ്റില്ല പറ്റില്ല പറ്റില്ല. ആണോ? ശിവാനി, ഞാൻ നേരത്തെ പറഞ്ഞതല്ല. കൈയെടുക്ക്. എനിക്ക് എന്തൊക്കെ തോന്നുന്നു. ദൈവമേ ശിവാനി, പ്ലീസ് പ്ലീസ്, കൈയൊന്നെടുക്ക്. ഞാൻ വേണ്ട വേണ്ട. ആയിക്കോട്ടെ. കൊച്ചുമകനെ, നീ പൂജ ചെയ്യുമ്പോൾ പഞ്ചഭൂതങ്ങൾ നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നീ പതറാതെ ഈ പൂജ പൂർത്തിയാക്കണം. എങ്കിലേ പഞ്ചഭൂതങ്ങളുടെ ഈ ശക്തി നിന്നിലേക്ക് ചേർക്കാൻ സാധിക്കൂ. ഓം ഹ്രീം ക്ലീം സർവശക്തി പ്രദായകായ നമഃ. എന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നു. മുത്തശ്ശി പറഞ്ഞ പൂജകളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു. ശക്തിയെല്ലാം എന്നിലേക്ക് വന്നെത്തിയോ? എനിക്കിപ്പോ ശക്തികളുണ്ടോ?
ശക്തികളെല്ലാം എന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. ശക്തികൾ എനിക്ക് സ്വന്തം. ആരെ വേണമെങ്കിലും എതിരിടാനുള്ള ശക്തികൾ ഇപ്പോ എന്റെ ഉള്ളിലുണ്ട്. തൃശൂൽ, എന്റെ ശിവാനിയെ നീ തട്ടിയെടുത്തു. എന്നെ നീ വെറും അനാഥനാക്കി മാറ്റിയല്ലടാ. എല്ലാവരും എന്റെ ശത്രുക്കളാ. എന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ ഇല്ലാതാക്കിയിരിക്കും. എന്തൊരു അവസ്ഥ എനിക്ക് കിട്ടിയാന്ന് നോക്കിയേ. പുറത്ത് പറയാൻ പോലും പറ്റില്ലല്ലോ. നിന്റെ ആഗ്രഹം നിറവേറ്റാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ കരുതിയേയില്ല. അല്ല, ശിവാനിയോടെ ഇവിടെ കാണുന്നില്ലല്ലോ. ശിവാനി, ശിവാനി.